ക്ഷമിക്കണം കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത്. ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഈ ഓ എന്ന് സ്വരാക്ഷരങ്ങൾ മുഴുവൻ പറയുന്നത് പ്രേക്ഷകരും ഞാനും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിനക്കോ? തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും, അതുകൊണ്ടാ പറയുന്നത്. ഇത് BJP ഓഫീസല്ല, ഞാൻ ചർച്ചയ്ക്കാണ് ആളെ വിളിച്ചത്, പ്രസംഗത്തിനല്ല എന്ന് ഞാൻ ബഹുമാന പുരസ്സരങ്ങയുടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി. നമുക്ക് കാണാം. ഞാൻ മാതൃഭൂമിയുടെ കാര്യവും ഇവിടെ പറഞ്ഞു. അങ്ങ് വല്ല സംഗീത പരിപാടിയും അവതരിപ്പിക്കാൻ വന്നതാണോ? ആദ്യത്തെ വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഇത് ശരിയല്ല, ഇത് തീരെ ശരിയല്ല, ഇത് ശരിയല്ല. ഒരാളോടൊരു ബഹുമാനം കാണിക്കുക എന്നത് പരിമിതിയായി കാണരുത്. ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. നിങ്ങൾ മാതൃഭൂമിയാണ് അബദ്ധം കാണിച്ചത്. ഈ വാർത്ത എപ്പോഴും പെൻഡിങ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. ഈ വാർത്ത ഇപ്പോഴും പെൻഡിങ്. One of the girls, the situation escalated when one of the girls complained to the police that അങ്ങ് അത് മനസ്സിലാവുന്നില്ല, താങ്കൾക്ക് മനസ്സിലാവുന്നില്ല, അതാണ് കുഴപ്പം. വെറുതെ ഇവരവിടെ പോയാൻ എന്റെ അടുത്ത് തന്നെ വരും. AP ശ്രീപത്മനാഭൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിക്കുറവ് പ്രേക്ഷകർക്കില്ല. അതെ, ഞാൻ അങ്ങനെ പലതും പറയും. അതെന്റെ പലതുമൊന്നും പറയാൻ കഴിയില്ല, പലതുമൊന്നും പറയാൻ കഴിയില്ല. ശൈലി ഉപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ശ്രീപത്മനാഭൻ, ഞാൻ എന്റെ ക്ഷമയുടെ പരമാവധി അങ്ങയോടുള്ള ബഹുമാനം കാരണം കാത്തു സൂക്ഷിക്കുകയാണ്. ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തില് സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. അങ്ങ് എന്നെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന എന്നെ ഒരൊറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതൊരുമാതിരി തൂറാത്തം തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ മാതിരിയായില്ല. അങ്ങ് മാതൃഭൂമിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് എന്താണെന്ന് പറയാനുള്ള സമയം പോലും എനിക്ക് നൽകുന്നില്ല. നീയാണോ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, ദിവസമാണ് മാതൃഭൂമി ചർച്ച ചെയ്യുന്നത്. അങ്ങ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വായിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ, അതുപോലെ കാര്യങ്ങൾ. സൗകര്യത്തിന് പറയും. ഒരു കാര്യം BJP ഓഫീസല്ല. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും.